തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതേക്കുറിച്ചൊരു ചർച്ച ചെയ്തിരുന്നു. കാര്യം ഇവിടെ ഭരണപക്ഷത്തെ എങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് പ്രതിപക്ഷമായ BJP മുന്നേറുന്നു എന്നുള്ളത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമാണ്. കാര്യം ആ രീതിയിലാണ് BJP ഈ മണ്ഡലങ്ങളിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചിരുന്നു. വലിയ കടന്നാക്രമണങ്ങളൊന്നും ഇല്ലാതെ ഈ വികസനം പറഞ്ഞുകൊണ്ടാണ് BJP പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നത്. എന്നാൽ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ പ്രതിയോഗികൾക്കെതിരെ ശക്തമായ ചില ആരോപണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ നഗരസഭയുടെ നിലവിലുണ്ടായിരുന്ന ഭരണപക്ഷമായ LDFനെ കുറിച്ച് അഴിമതിയുടെ പേരിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ ഒരു ഘട്ടത്തിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ BJPയുടെ സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും പ്രചരണ രംഗത്ത് BJP ഒന്നാം സ്ഥാനത്ത് തന്നെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം BJPയുടെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു അഭിപ്രായ സർവേ 2 ദിവസം മുമ്പ് പുറത്തുവിട്ടിരുന്നത്. അതെ, അതനുസരിച്ച് നമ്മളൊരു 50-55 സീറ്റാണ്, 50 മുതൽ 55 സീറ്റ് വരെ എന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് RSSൻ്റെ ഒരു വിലയിരുത്തലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ വാർഡുകളിലൂടെ സഞ്ചരിച്ച് ശേഖരിച്ച അഭിപ്രായങ്ങളിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു നിഗമനം എത്തിച്ചു വന്നത്. ഇതിൻ്റെ ഈ സർവേയുടെ ഭാഗമായി ഒരു 2ാം ഘട്ട അന്വേഷണം കൂടി നമ്മൾ നടത്തിയിരുന്നു. അതായത് സംഭവബഹുലമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ സ്ഥാനാർത്ഥികളുടെ എല്ലാ വോട്ടർമാരുടെയും വീടുകൾ തേടിയുള്ള യാത്രകളുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങൾ അതിനുശേഷം നടന്നിരിക്കുന്നു. പല സ്ഥാനാർത്ഥികളുടെയും മണ്ഡലത്തിൽ മറ്റ് സംസ്ഥാന നേതാക്കൾ, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സുരേഷ്, അനൂപ് ആൻ്റണി, ഇങ്ങനെയുള്ള സംസ്ഥാന നേതാക്കൾ, സുരേഷ് ഗോപി അടക്കമുള്ള മറ്റു നേതാക്കന്മാർ എല്ലാം തന്നെ സമ്പർക്ക പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കീ വോട്ടേഴ്സുമായിട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നുകൂടി ഈ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJPയുടെ നമ്മൾ ഈ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം BJPക്ക് പ്ലസ് പോയിൻ്റായി മാറുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, BJP മുന്നോട്ട് വച്ചിരിക്കുന്ന വികസന നയം തന്നെയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ വികസിത അനന്തപുരി എന്ന് പറയുമ്പോൾ തന്നെ അവർ വെറുതെ ഒരു ഹാഷ്ടാഗ് പറഞ്ഞു പോവുകയല്ല. അതായത് ഇവിടെ 45 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്നു. 9 തവണ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ 9 തവണ തിരഞ്ഞെടുത്തിട്ടും അവരുടെ സ്കോർ ബോർഡ് 0 എന്നാണ് BJP പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിന് BJP ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളുടെ ഒരവസ്ഥ അതുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിന് ഒന്നും എത്താൻ സാധിച്ചിട്ടില്ല, ഒരിടത്തും എത്താൻ സാധിച്ചിട്ടില്ല. അതിപ്പോൾ കുടിവെള്ള വിതരണമാകട്ടെ, അതിപ്പോഴും നമുക്ക് ലഭ്യമല്ലാത്ത ഒരു കിട്ടാക്കനിയായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണത്തിലെ പാളിച്ചകൾ, റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റ് ഈ വ്യവസായവും തൊഴിലും സ്കില്ലുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പിന്നോട്ടടിക്കാനുള്ള ഒരു പ്രശ്നം, ഈ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കില്ലായിരുന്നുവെങ്കിൽ ഈ രംഗത്ത് തിരുവനന്തപുരം ഒരു പ്രാചീന നഗരമായി മാറിയാണ്. ആ രീതിയിലുള്ള വികസന സ്തംഭനം പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട് എന്നാണ് BJP പറഞ്ഞു വയ്ക്കുന്നത്. അതിന് കൃത്യമായി തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗത പ്രശ്നങ്ങൾ, ഗതാഗത കുരുക്ക്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉള്ളൂർ മണ്ഡലത്തിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം എന്നത് ഉള്ളൂർ മാർക്കറ്റിൻ്റെ ഒരു സ്ഥലപരിമിതിയാണ്. വലിയ രീതിയിലുള്ള കച്ചവടവും വ്യാപാരവും ഒക്കെ നടക്കുന്ന പ്രദേശത്ത് ഈ നഗരത്തിലെ ആ ഭാഗത്തെ ജനങ്ങളുടെ ഒരു വലിയ ഷോപ്പിംഗ് മേഖലയായ ആ പ്രദേശത്ത് ഒരു 2 വീലറിന് തിരിയാനുള്ള സ്ഥലമില്ല. അത് കാരണം മെയിൻ റോഡിനെ അത് ബാധിക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാക്കുന്നുണ്ട്. ഈ മെയിൻ റോഡ് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. അപ്പോൾ അത്രമാത്രം ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നിട്ടും ആരും അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ നേരിട്ടെത്തിയാണ് 100 കോടി രൂപയുടെ ആധുനിക മാർക്കറ്റ് പദ്ധതി അത് അധികാരത്തിലെത്തി 45 ദിവസം തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്രമാത്രം ഓരോ വികസന പ്രശ്നങ്ങളും ഓരോ വാർഡിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളുടെ യാത്ര, അതിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടുന്നു. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു പാർട്ടിയുടെ
സംസ്ഥാന നേതൃത്വം ഇത്ര കണ്ട് ഇടപഴകുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ ഒരു പ്രചരണ ഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാമാണ് ബി ജെ പിക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സംശയം, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പറഞ്ഞിരുന്ന വാർഡുകളൊക്കെ ഒരു 5 വാർഡുകളെങ്കിലും ഇപ്പോൾ ഒരു ഷുവർ വാർഡുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പേട്ട വാർഡിൽ ഇതുവരെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അശോക് കുമാർ സാറാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം മുതിർന്ന കൗൺസിലറാണ്, ബി ജെ പിയുടെ മുതിർന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള കൗൺസിലറാണ്. അദ്ദേഹം പാൽക്കുളങ്ങര വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ നിന്നും അദ്ദേഹം പേട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു, അദ്ദേഹം ഒരു അധ്യാപകനാണ്. 1800ഓളം അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ അവിടെ കണ്ടു എന്ന് പറയുന്നു. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഗുരുദക്ഷിണയാണ്. ബി ജെ പിക്ക് പേട്ട വാർഡിൽ ഗുരുദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ CPM വാർഡ് മറക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വളരെ അടിസ്ഥാനപരമായ പ്രചരണങ്ങൾ, വികസനം മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം അത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസനം, ആ വികസനത്തിന് ബി ജെ പിക്കൊരു നയരേഖയുണ്ട്, ബദൽ രേഖയുണ്ട്, അല്ലെങ്കിൽ ബദൽ ചിന്തയുണ്ട്. അതവർ നടപ്പിലാക്കും എന്ന് വോട്ടർമാർക്ക് ഏതാണ്ട്, ഒരു അർബൻ പോപ്പുലേഷൻ ആണല്ലോ തിരുവനന്തപുരം, അവർക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. കുമാറേ, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ഇപ്പോൾ LDF എന്നും അവർക്ക് മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ പ്രചരണം തുടങ്ങുന്നത്. അതിൽ തന്നെ അവർക്ക് പ്ലാൻ ABCD ഒക്കെ ഉണ്ട്, D കഴിഞ്ഞ EF ഒക്കെ ഉണ്ട് മേയർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോഴും BJP പാളയത്തിൽ പലരും പറയുന്നുണ്ട് മേയർ സ്ഥാനാർത്ഥി അതാണ് ഇതാണെന്നൊക്കെ പത്രക്കാർ പറയുന്നുണ്ടെന്നല്ലാതെ BJP ആസ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇതുവരെയും ഒരു ചർച്ച വന്നിട്ടില്ല. അവർക്കിപ്പോൾ ലക്ഷ്യം പരമാവധി കൗൺസിലർമാരെ നഗരസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നടത്തിയ ഒരു നീക്കം അത് BJPക്ക് വലിയ അനുകൂലമായി മാറിയിട്ടില്ലേ? അല്ല, തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് അനുകൂലമായി മാറിയ രണ്ടാമത്തെ ഘടകം അത് തന്നെയാണ്, സ്ഥാനാർത്ഥി നിർണയം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ, ഒറ്റഘട്ടമായി പോലും അല്ല പ്രഖ്യാപിച്ചത്, അല്ല 2 ഘട്ടമായി പ്രഖ്യാപിക്കുന്നു. ആദ്യഘട്ടം പുറത്തു വന്നപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ഒരു വമ്പൻ മുന്നേറ്റമാണ് BJP നടത്തിയിട്ടുള്ളത്. സിറ്റിംഗ് കൗൺസിലർമാരെല്ലാം മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ മണ്ഡലം മാറ്റുന്നു. അത് കൃത്യമായ, കാരണം മണ്ഡലം പുനർനിർണയിച്ചിട്ടുണ്ടല്ലോ, പല മണ്ഡലങ്ങളും BJPക്ക് അനുകൂലമായ മണ്ഡലങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം അവിടെ നടത്തുന്നു. മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ മറ്റ് മുന്നണികൾക്ക് ചെക്ക് വയ്ക്കുന്ന രീതിയിലുള്ള, ഉദാഹരണത്തിന് കവടിയാർ ശബരിനാഥിനെതിരെ മധുസൂദനൻ നായരെ നിർത്തുന്നു. അങ്ങനെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ, അതോടുകൂടി ഈ ചിലർക്കൊക്കെ എതിരാളികൾ നിഷ്പ്രഭമായി പോയി എന്നുള്ളതാണ് കാര്യം. തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം പ്രചരണം തുടങ്ങിയ ഒരാൾ ശബരിനാഥായിരുന്നു. വലിയ രീതിയിലുള്ള പ്രചരണം കിട്ടിയതാണ്. കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശബരിനാഥ് കവടിയാർ വാർഡിൽ നിന്ന് പ്രചരണം ആരംഭിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതി. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ ശബരിനാഥ് ആണോ കവടിയാർ മത്സരിക്കുന്നതെന്ന് പോലും മറന്നുപോയി പലരും. അതെ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കാരണം കോൺഗ്രസ്സിന് സംഘടനാപരമായ വലിയ പ്രശ്നമുണ്ട്. ഇപ്പം ശബരിനാഥ് അല്ല ഇവിടെ ഇനിയിപ്പോൾ VD സതീശൻ മത്സരിച്ചാലും സംഘടനാപരമായി തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരിക്കും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന മുൻകൈ ഒരു സംഘടനാപരമായ ഒരു ഇതുകൊണ്ടല്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടന ഏറ്റവും ഫിനിഷായി, ഏറ്റവും പോളിഷ്ഡായ രീതിയിൽ ചലിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അത് താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ശബരിനാഥനെ നിർത്തിയിട്ടുണ്ട്. ശബരിനാഥൻ്റെ കൂടെ നടക്കാൻ ആൾ വേണ്ടേ? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയം, അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്, അതിൽ വളരെ വലിയ സ്കോർ നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അനുകൂല ഘടകമെന്ന് പറയുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങളായി BJP പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ്. ആദ്യത്തെ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന ഈ കിച്ചൺ ബിൻ അഴിമതി, 60,000 കിച്ചൺ ബിന്നിന് പണം എഴുതിയെടുക്കുക, 5,000 കിച്ചൺ ബിന്ന് വാങ്ങുക, ബാക്കി പോക്കറ്റിലിട്ട് കൊണ്ടുപോവുക. ഇതിന് വളരെ വ്യക്തമായ തെളിവുകൾ അടക്കം നിരത്തിയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാർത്താ സമ്മേളനം അന്നുണ്ടായിരുന്നത്. മാത്രമല്ല പ്രതിരോധിക്കാനും LDFന് വേണ്ട വിധത്തിലായിട്ടില്ല. അതെ, അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ റിക്ഷയുമായി ബന്ധപ്പെട്ട 300 കോടിയുടെ അഴിമതി കഥകൾ പുറത്തു വന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് 30 കോടിയുടെ അഴിമതി, അതായത് ഈ ഫോൺ വന്നപ്പോൾ സഖാക്കളെല്ലാം പറഞ്ഞു വന്നത് റിലയൻസ് ഇനി പൂട്ടുമെന്നാണ്. പക്ഷേ ആ റിലയൻസ് കമ്പനിക്ക് 30 കോടിയുടെ അനധികൃത ലാഭം
ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഉണ്ടാക്കി കൊടുത്തു എന്ന ഞെട്ടിക്കുന്ന കഥകളാണ്, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് BJP രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടത്. ജിയോ ഡയറക്റ്റ് ഹോം എന്ന പദ്ധതിയിലൂടെ 30 കോടി രൂപ റിലയൻസ് കമ്പനി കോർപ്പറേഷൻ അടയ്ക്കേണ്ടിയിരുന്നത് ഈ സഖാക്കളുടെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും ഒക്കെ ഒത്തുകളിയോടുകൂടി അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. വേണ്ടാന്ന് വെച്ചിട്ടല്ല, പക്ഷേ അത് റിലയൻസിന് ഇതുവരെ അടച്ചിട്ടില്ല. അത് അടയ്ക്കാതെ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്ന് പറഞ്ഞാൽ 30 കോടി രൂപ റിലയൻസ് കമ്പനിക്ക് നേട്ടമുണ്ടായി കൊടുത്തിരിക്കുന്നു. അതിൽ 5-6 കോടി രൂപ ഈ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട CPM-ന്റെ പ്രാദേശിക നേതാക്കൾ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, കോഴ വാങ്ങിയിരിക്കുന്നു. ഈ കണക്കാണ്. അപ്പോൾ ഈ അഴിമതി കഥകൾക്ക് മറുപടി പറയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഏത് ആരോപണം വന്നാലും അതിനെ വളച്ചൊടിച്ച് വാക്ചാതുര്യത്തോടു കൂടി പ്രതിരോധിക്കാൻ കഴിവുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നേ വരെ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇന്നേ വരെ BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉത്തരം മുട്ടിക്കാൻ, ഭരണപക്ഷത്തെ ഉത്തരം മുട്ടിക്കാൻ തിരുവനന്തപുരം BJP കോർപ്പറേഷൻ ടീമിന് സാധിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഇത് വോട്ടർമാരുടെ ഇടയിൽ ഈ 3-ാം മണിക്കൂറിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 50-55 നിന്നും ഒരു 5 വാർഡുകളെങ്കിലും കൂട്ടി പറയേണ്ടി വരും. 5 വാർഡുകൾ മിനിമം എങ്കിലും കൂട്ടി പറയേണ്ടി വരും. BJP 55 മുതൽ 60 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ ഈ തുടർ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വിലയിരുത്തൽ നടത്തുമ്പോഴും കുമാറെ, കാലാകാലങ്ങളിലായി തിരുവനന്തപുരത്ത് BJP നേരിട്ടിട്ടുള്ള മറ്റൊരു വലിയ പ്രശ്നം ഈ രാഷ്ട്രീയ എതിരാളികളുടെ ചില ആരോപണങ്ങളാണ്. പ്രത്യേകിച്ചും ഈ മതവിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മതഭ്രാന്ത് ഉണ്ടാക്കുന്ന പാർട്ടിയാണ് BJP. ഇപ്പോൾ നിയമസഭയുടെ കാര്യത്തിൽ നമുക്കറിയാം, സിറ്റിംഗ് സീറ്റായിരുന്ന നിയമം അവിടെ ഒരു കൂട്ടം ഈ കുമ്മനം രാജേട്ടൻ അവിടെ മത്സരിക്കുമ്പോൾ, രാജഗോപാലിൻ്റെ സീറ്റായിരുന്നു അത്, അവിടുന്ന് കുമ്മനം രാജേട്ടൻ്റെ കയ്യിലെത്തി. അദ്ദേഹം മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയത് ഇത്തരത്തിലുള്ള ജാതീയമായ അല്ലെങ്കിൽ മതഭ്രാന്ത് എന്നുള്ള ഒരു ലേബൽ അവിടെ ഇറക്കിയിരുന്നു. അത് ഒരു പക്ഷേ ഒരു പരിധിവരെ അന്ന് വിജയം കാണുകയും ചെയ്തിരുന്നു. അതാണല്ലോ ശിവൻകുട്ടി പിന്നീട് അവിടുന്ന് ജയിച്ച് കയറാനുള്ള ഒരു കാരണം. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാരണമാണ്. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, ഇപ്പോൾ ഈ വള്ളക്കടവ് വിഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിംസ് ഒത്തിരി പേരിപ്പോൾ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി സ്ഥലങ്ങളിൽ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചും ഒക്കെ വലിയ രീതിയിൽ ഈ BJPയിലേക്ക് ഒരു സ്വാംശീകരണം നടന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഘട്ടത്തിൽ BJPയെ സഹായിക്കുമോ? അല്ല, ഈ നിയമം കുമ്മനം രാജേട്ടൻ മത്സരിച്ച സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്നുള്ള രീതിയിലുള്ള പ്രതീതി അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും SDPI പോലുള്ള സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വർഗീയ കാർഡ്, ഹിന്ദുത്വ പാർട്ടി എന്നൊക്കെ ചോദ്യം ഉന്നയിച്ചാൽ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ കാലം കഴിഞ്ഞു. ആ ഒരു ഘട്ടമായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയൊക്കെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രമാത്രമാണ് പുരോഗതി. BJP ഇനി പള്ളി പൊളിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലേക്ക് BJP മാറിക്കഴിഞ്ഞു, BJPയുടെ ഇമേജ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ ഒരു പ്രശ്നം BJPയെ ബാധിക്കുന്നില്ലേ ഇല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ശബരിമല വിഷയം അത് ഇടത് വോട്ട് ബാങ്കുകളിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും എൻ വാസു, അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്, ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു കോൾ സെന്ററിൽ നിന്ന് ഒരു കോള് പോവുകയും അതിന്റെ അവസാനം ഈ വോട്ട് അഭ്യർത്ഥിച്ച് വിളിക്കുന്ന സ്ത്രീയോട് ആ വോട്ടർ പ്രതികരിക്കുന്ന രീതി, ശബരിമലയിലെ കട്ടള വരെ അടിച്ചോണ്ട് പോകുന്ന ടീമല്ലേ, നിങ്ങൾക്ക് എന്തായാലും വോട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ വരുന്നുണ്ട്. അല്ല, അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ സാധാരണ രീതിയിൽ ഈ കോൾ സെന്ററുകളിൽ ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. അത് ഒരു ക്യാപ്സ്യൂളും ഇറക്കാതെ അവിടെ ഫോൺ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് CPM തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. കാരണം ശബരിമല വിഷയം വോട്ടർമാർ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. BJPയും അത്ര കണ്ട് വലുതായിട്ട് ഉന്നയിച്ചില്ലെങ്കിലും വോട്ടർമാർ അത് ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം ശബരിമലയിലെ കഥകും കട്ടളയും അടിച്ചുകൊണ്ട് പോവുക, അതിൽ CPIMന്റെ ഉന്നതനായ ഒരു നേതാവ് അറസ്റ്റിലാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നല്ല, വാസു അറസ്റ്റിലായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റ് അപൂർണമാണ്. ഇനിയും അങ്ങോട്ട് പല കടകംപള്ളി ഇലക്ഷന് വേണ്ടി മാത്രം ചവിട്ടി താത്ത് വെച്ചിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. അത് കഴിയുമ്പോൾ അറസ്റ്റുകളുടെ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. അതെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമം CPM നടത്തിയെങ്കിലും
തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അർബൻ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം, അർബൻ മാത്രമല്ല എങ്കിൽ പോലും അവിടെ കുറച്ചുകൂടി കൂടുതലായി ശബരിമല വിഷയം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് CPM എന്ന് തന്നെ പറയാം. അതിൽ തീർച്ചയായും BJPക്ക്, ഇവിടെ പ്രതിപക്ഷം BJP ആണല്ലോ, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൻ്റെ പ്രയോജനം BJPക്ക് ലഭിക്കും. ഈ പറഞ്ഞ 4 ഘടകങ്ങൾ, അതായത് വികസന അജണ്ട, സ്ഥാനാർത്ഥി നിർണയം, ശബരിമല, അഴിമതി ആരോപണങ്ങൾ, ഈ 4 ഘടകങ്ങളും വളരെ വളരെ പോപ്പുലറായി, വളരെ വളരെ ഇഫക്റ്റീവായി BJPക്ക് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർക്കൗട്ടായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ, ഈ പ്രചരണം നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്കമാണ് നമ്മൾ ഈ പറയുന്ന 55 മുതൽ 60 വരെ സീറ്റുകൾ. അതെ. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം നഗരസഭ എന്തായാലും BJP പിടിച്ച് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തും. അങ്ങനെയെങ്കിൽ ജനുവരി, ഈ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞുടൻ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തിരുവനന്തപുരം നഗരസഭയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിലോ BJP സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ആവേശത്തിലാണ് അണികൾ കാത്തിരിക്കുന്നത്. കാര്യം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈ വോട്ടെണ്ണൽ അങ്ങ് കഴിയും. പക്ഷേ ഞങ്ങളുടെ ഒരുക്കം പ്രധാനമന്ത്രിയെ വരവേൽക്കാനാണെന്ന് BJP പ്രവർത്തകർ ഒന്നടങ്കം, തിരുവനന്തപുരത്തെ പ്രവർത്തകർ ഒന്നടങ്കം ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ജയത്തിൻ്റെ രുചി അവർ അറിഞ്ഞു തുടങ്ങിയെന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. നമസ്കാരം. നമസ്കാരം.